യൂണിറ്റ് 5 കലകളുടെ നാട്. ഇന്നാണ് നിലീനയുടെ സ്കൂളിലെ ഓണാഘോഷം. അവൾ അച്ഛനോടൊപ്പം സ്കൂളിലേക്ക് പുറപ്പെട്ടു. രക്ഷിതാക്കളും നാട്ടുകാരും നേരത്തെ തന്നെ എത്തിയിരുന്നു. അവർ സദ്യയുടെയും മറ്റും ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടു. നിങ്ങളുടെ സ്കൂളിലും ഓണാഘോഷം നടക്കാറില്ലേ? എന്തൊക്കെ പരിപാടികളാണ് നടക്കാറ്? എന്തൊക്കെ ഒരുക്കങ്ങളാണ്? നിങ്ങൾക്കൊന്ന് എഴുതി നോക്കിക്കൂടെ? എന്തൊക്കെ പരിപാടികളാണ്? പ്രധാനമായിട്ടും പൂക്കള മത്സരം അല്ലേ? പിന്നെയോ വടംവലി മത്സരം, തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, ഓണസദ്യ, മാവേലിയുടെ വേഷമിടൽ, പുലിക്കളി, സുന്ദരിക്ക് പൊട്ടുതൊടൽ, അത്തരത്തിൽ ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ട്. ഇനി ഒരുമയുടെ ഓണം. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. കേരളം ഭരിച്ചിരുന്ന നീതിമാനായ മഹാബലി വർഷത്തിലൊരിക്കൽ സ്വന്തം പ്രജകളെ കാണാൻ ഓണക്കാലത്ത് എത്തുന്നുവെന്നാണ് ഐതിഹ്യം. വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് ഓണം. ഓണസദ്യയ്ക്കു ശേഷം നിലീനയും കൂട്ടുകാരും ചേർന്ന് ഓണക്കളികൾ കളിച്ചു. ഓണം കൂട്ടായ്മയുടെ ആഘോഷമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാവാം? ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതി മത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാം അന്നേ ദിവസം വീടുകളിൽ ഒത്തുചേരുന്നു. ഓണപ്പൂക്കളം ഒരുക്കാൻ കുട്ടികളെല്ലാം അവരുടെ കൂട്ടുകാരോടൊത്ത് ഒത്തൊരുമയോടെ പൂപ്പറിക്കാൻ പോകുന്നു. ഒരുമിച്ചിരുന്ന് ഓണപ്പൂക്കളമിടുന്നു. വീട്ടിലെ സ്ത്രീകളെല്ലാം ഒരുമിച്ച് ഓണസദ്യ ഒരുക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ഓണസദ്യ ഉണ്ണുന്നു. അതിനുശേഷം പലതരം ഓണക്കളികളിൽ ഏർപ്പെടുന്നു. ഇത്തരത്തിൽ ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു കൂട്ടായ്മ നമുക്ക് കാണാൻ സാധിക്കും. ചില പ്രദേശങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ ആ പ്രദേശത്തുള്ളവർ ഒത്തുചേർന്നാണ് സംഘടിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഓണം ഒരു കൂട്ടായ്മയുടെ ആഘോഷമാണ് എന്ന് നമുക്ക് തീർത്തും പറയാവുന്നതാണ്.